ആ സോള് ഉണ്ടാക്കിയ ഞാൻ ആ സോളാണ് വന്ന പാട്ടുകാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവരിൽ നിന്നും അത് തിരിച്ച് റിപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. അത് കവർ സോങ്സ് പാടുന്ന അറ്റ്ലീസ്റ്റ് അറൌണ്ട് 75-80% ആൾക്കാർ ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ ആയിരിക്കും പാടുന്നത്. അത് മനസ്സിലാക്കാതെ പാടുമ്പോഴാണ് ഈവൻ അവർ ഗിറ്റാർ വായിക്കുകയാണെങ്കിലോ പിയാനോ വായിക്കുകയാണെങ്കിലോ വേറെ എന്തെങ്കിലുമൊക്കെ കോഡ്സ് വായിച്ചായിരിക്കും ചിലപ്പോൾ പാടുന്നത്. അല്ലെങ്കിൽ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ സംഭവങ്ങളൊക്കെ ഇട്ട് പാടും. പക്ഷെ കറക്റ്റ് ഉണ്ടാക്കിയ സംഭവത്തിന്റെ ആ എസെൻസ് കറക്റ്റ് ആയാൽ കിട്ടുന്നൊരു ഒരു ഒരു സുഖമുണ്ട്. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചൊരു സുഖമാണ്. ആ സുഖം ചില ആൾക്കാർ പാടുമ്പോൾ മാത്രമാണ് കിട്ടുക. അപ്പോൾ ഞാൻ അവർക്ക് പ്രത്യേകിച്ച് ഡയറക്റ്റ് മെസ്സേജ് അയക്കും, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ സോൾ, ഗുഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ശരി. ചില സമയത്ത് ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും, പലപ്പോഴും. പിന്നെ എങ്ങനെയാ ആ ബ്ലോക്ക് മാറ്റിയെന്നത്? അതൊരു 1.5 ബ്ലോക്ക് ആയിരിക്കും വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അധികം കുറെ ബ്ലോക്കിൽ പെട്ടത് ഏതൊക്കെ പാട്ടൊക്കെ ആയിരിക്കും? അത് ഏത് പാട്ടാന്നൊന്നും ഓർക്കുന്നില്ല. ചില സമയത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്യാൻ നോക്കിയാലും മാറില്ല. നമുക്ക് ആ ബ്ലോക്കിൽ നിന്നും പിന്നെ ആ പാട്ടിൽ അധികം സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് ശരിക്കും ഒന്ന് റിഫ്രഷ് ചെയ്ത് വരണം, അല്ലേ? ഡൈവേർട്ട് ചെയ്ത് മ്യൂസിക്കിനെ ഡൈവേർട്ട് ചെയ്യും, മാറണം. അതായത് ചിലപ്പം ഒന്നും ആ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒന്നും ആവാതെ വരുമ്പം അപ്പോഴായിരിക്കും കുട്ടികളെയും കയറ്റി നമുക്ക് ഒന്ന് ഫോട്ടോ വെച്ച് വരെ പോയാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 3 പേരും ഡ്രൈവിനൊക്കെ പോയി ഒരു മസാല ഓംലേറ്റ് ഒക്കെ അടിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് ഒന്ന് റെഡിയായി. പിന്നെ അന്നത്തെ ദിവസം സ്റ്റുഡിയോയിലും പോവില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ നോക്കും. നെക്സ്റ്റ് ഡേ വീണ്ടും ശരിയായില്ലെങ്കിൽ അപ്പൊ ചില സമയത്ത് ഇത്രയും പ്രഷറിലിരിക്കുന്ന സമയത്ത് ഇത്രയും പെട്ടെന്ന് ട്യൂൺ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ പറഞ്ഞ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയേക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ ദൂരം എവിടം വരെ പോയി. അപ്പൊ അങ്ങനെ ചെറുതൊക്കെ എന്നോട് ചോദിക്കല്ലേ, ഇതൊക്കെ കൊടുക്കണം എന്ന് അർജന്റ് ആയിട്ട് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു അത് വരാത്തത് കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അതൊന്നും മാറി നിന്ന് തിരിച്ചു വരുമ്പോ ഓക്കെ ആവും. അങ്ങനെ ഏത് ലോകത്തിന്റെ ഏതറ്റം വരെയാ പോയത്? അങ്ങനെ ദൂരെ ഒന്നും പോയില്ല. അതെ, ഇവിടെ തന്നെയാണല്ലോ. എവിടം വരെ പോയി? നമ്മൾ അധികവും ഫോർട്ട് കൊച്ചി തന്നെയായിരിക്കും. ആണോ? അപ്പൊ ഇനി ഫോർട്ട് കൊച്ചിയിലെ ദീപക്കേട്ടനെ കണ്ടാൽ മനസ്സിലാക്കിക്കോണം, അവിടെ ബ്ലോക്കിൽ വെട്ട് കിടക്കുകയാണ്. എന്തോരു ബ്ലോക്കാണ്, അതാണ് ഫോർട്ട് കൊച്ചി കൂടെ കിടന്ന് കറങ്ങുന്നത്. എന്നിട്ട് അങ്ങനെ പോയി തിരിച്ചു വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സാധനം തിരിച്ച് ഞാൻ അതേ ദിവസം പിന്നെ തിരിച്ചു കയറില്ല. മനസ്സിലായി, ഒന്ന് ടൈം എടുത്തിട്ട് പിന്നെ കഴിഞ്ഞ മൈൻഡ് ജസ്റ്റ് ഒന്ന് ഇപ്പൊ എന്താണ് ബ്ലോക്ക്. പിന്നെ ഞാൻ ചിലപ്പോ സ്ഥലം മാറി, ചിലപ്പോ സ്റ്റുഡിയോയിൽ നിന്ന് വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ കുഞ്ഞ് സെറ്റപ്പ് ഉണ്ട്, സ്റ്റുഡിയോയുടെ തന്നെ മിനിയേച്ചർ, അവിടെ ഇരുന്ന് ഒന്ന് നോക്കും. അവിടുന്ന് ഒരു ബേസിക് ത്രെഡ് ആയി തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഒരു ഒറ്റ വീടലാണ്. അവിടുന്ന് കിട്ടിയില്ല പിന്നെ എവിടെ പോയി ഇരിക്കും? ഈ 2 സ്ഥലത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരെണ്ണത്തിന് കിട്ടും. ഓക്കെ, ശരി. അടുത്തത് ചില ദിവസം ഇന്നും ഞാൻ പോകുന്നില്ല, വീട്ടിലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഒരു 15-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായി സ്ഥലം വിടുന്നത്. അപ്പൊ എന്താണ് പോകുന്നത്? ഞാൻ സാധനം കിട്ടി സാധനം കയ്യിലുണ്ട്, ഞാൻ സ്റ്റുഡിയോ പോയിട്ട് ബാക്കി അതിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് പോകും. ഓക്കെ, ശരി. സംഗീത സംവിധായകരുടെ പേരിൽ വരുന്ന കോപ്പിയടി വിവാദങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്? ആ മ്യൂസിക് ഡയറക്ടർ അനുഭവിക്കുന്ന ആ സമയത്തെ പ്രഷർ തോന്നിയിട്ട് ആ പ്രഷറിനെക്കാളും കൂടുതൽ സങ്കടം തോന്നിയിട്ടുള്ള ചില ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോഴാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് അവരത് കണ്ടിരുന്നെങ്കിൽ. കാരണം നമ്മളിപ്പോ ഒരു സംഭവം, ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ ഒരാള് തോന്നുന്നത് അയാൾക്ക് എഴുതാം. ആ എഴുതുന്നത് അയാളുടെ മൈൻഡ് സെറ്റ് കാരണമാണ്. ആ സമയത്ത് അയാൾ ഡിസ്റ്റർബ്ഡ് ആണ്. അയാൾ ഇത് കണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് അയാൾ അത് മനസ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇതില്. അത് നമ്മൾ എന്തിനെടുക്കണം? അയാൾ എഴുതിക്കോട്ടെ, നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചാൽ പോരെ. നമ്മൾ ഇതിന് തിരിച്ച് തല്ല് പിടിക്കാൻ നിൽക്കേണ്ട ആവശ്യം എന്താണ്? പിന്നെയും അതിനെ ഒരു ഡേർട്ടി ഇതിലേക്ക് കൊണ്ടുപോവല്ലേ. ഇറ്റ്സ് ഓവർ, ലീവ് ഇറ്റ്, നെക്സ്റ്റ് ടൈം ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, അത്രല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ കൺട്രോൾ വിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പം സങ്കടം തോന്നാറുണ്ട് അല്ലേ. അയാൾ അറിയുന്നില്ലല്ലോ, അയാളുടെ ഒരു ഇമ്പൾസിന്റെ മുകളിൽ അയാളെ കാണിച്ചു കൂട്ടുന്നത് എന്താണ്. അല്ലാതെ അങ്ങനെ കേൾക്കുമ്പോൾ അത് വല്ലാത്ത ദിവസങ്ങൾ ദീപക്കേട്ടനെ ഇങ്ങനെ വളരെ ലോ ആക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. വേറെ ആളല്ലേ കോപ്പി അടിച്ചത്. അതെ, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഓരോ കേൾക്കുമ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള അതിൽ ഇതെന്നല്ല ഞാൻ ചെയ്യണേ, ഇത്തരത്തില് നമ്മളെ വേദനിപ്പിക്കുന്ന പല കമന്റ്സുകളും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ വല്ലാണ്ട് അങ്ങനെ ലോ ആയിട്ട് ഇരുന്നിട്ടുണ്ടോന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ
ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് മാറും. നമ്മളത് മാറാൻ കാരണം ആ എഴുതിയ അവന്റെ മാനസികാവസ്ഥയാണത്. അത് നമ്മൾ എന്തിനാണ് അതിപ്പോ ഈ കോപ്പിന്ന് മാത്രല്ല, ഇപ്പൊ ഒരു പാട്ട് ഇറക്കി, ആ പാട്ടിനെ ഭയങ്കര തെറിവിളി, എന്താണോ കുറച്ച് മിനിമം സ്റ്റാൻഡേർഡുള്ള പാട്ട് ഉണ്ടാക്കിക്കൂടെ എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് അവന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അവനിത് എഴുതുന്നത്. അതിന് ഞാൻ എന്തിനാ റിയാക്ട്? അത് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരില്ലേ, ഓക്കെ, അവര് കേൾക്കട്ടെ. ഓക്കെ, ശരി. ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏറെ വേദന തോന്നിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്? ഏറ്റവും വേദന തോന്നിയ ഒരു സംഭവം എൻ്റെ സെക്കൻഡ് മൂവി സിംഫണി എന്ന് പറയുന്ന മൂവിയായിരുന്നു. ആ മൂവിയിലാണ് ഞാൻ വിശ്വസിക്കുന്ന വളരെ നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. നിഖിൽ പാടിയിട്ടുണ്ടല്ലോ അതില്. എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഷോട്ട്സ് ആയിട്ട് കൊടുത്ത പടമായിരുന്നു സിംഫണി. കാരണം ക്രോണിക് ബാച്ചിലർ കഴിഞ്ഞ് പിന്നെ ഒരു ജെനുവിൻ ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, മ്യൂസീഷ്യൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് മുമ്പിൽ നോക്കി നിൽക്കുന്ന ഒരു പടമാണ് സിംഫണി. അപ്പൊ അതിൽ ഞാൻ ഏറ്റവും നല്ല മെലോഡിയസ് ആയിട്ടുള്ള ട്യൂൺ ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മൂവി പൊളിഞ്ഞു. അപ്പൊ ക്രോണിക് ബാച്ചലർ കഴിഞ്ഞ ഉടനെ എനിക്ക് കമ്മിറ്റ്മെന്റ് കിട്ടിയൊരു പ്രോജക്റ്റ് ആയിരുന്നു ഉദയനാണ് താരം. പക്ഷെ ഇങ്ങനെ ഒരു ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യാത്ത സിംഫണി ഇറങ്ങിയപ്പോൾ ഉദയനാണ് താരം തന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ആ പടം തിരിച്ചെടുത്തു. കാരണം ലാസ്റ്റ് യു ആർ ഓൾവേസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന, യുവർ ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ക്രോണിക് ബാച്ചിലർ ഉണ്ടാക്കിയ ഹിറ്റ് ഇസ് നോ മോർ അണ്ടർ ഡിസ്കഷൻ. സിംഫണിയിൽ ഉണ്ടാക്കിയ ഫ്ലോപ്പ് ചെയ്തൊരു കമ്പോസറാണ് നിങ്ങൾക്ക് ഇനി ഉദയനാണ് തരണോ വേണ്ടയോ എന്ന് വി ആർ കൺസിഡറിങ് എന്നുള്ളൊരു ഡിസ്കഷൻ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്, പടം പൊളിഞ്ഞു പോയി, നല്ല പാട്ടുകളാണ് ചെയ്തത് എന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ പടം പൊളിഞ്ഞപ്പം രാശിയില്ലാത്ത ഒരാൾ എന്നുള്ളൊരു പേര്. അപ്പൊ അത് എന്ത് ചെയ്യും? കാരണം ഈ സിനിമയിൽ പാട്ടുകൾ കേട്ടറിയാം, എല്ലാം എന്ത് നല്ല പാട്ടുകളാ. മൂവീസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം, ഇന്ന് കുറച്ചും കൂടി ആൾക്കാർ ഇന്നും ഉണ്ടായേക്കാം, എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടും മെച്ചുവേർഡ് ആയിട്ടും ചിന്തിക്കുന്ന, അന്ന് ഒരു കാലത്ത് എല്ലാവരും വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഏത് പടം എന്ത് ചെയ്യണമെങ്കിലും സൂപ്പർസ്റ്റീഷ്യനിൽ ആദ്യം പോയി. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാര് പറഞ്ഞ് ചിന്തിച്ചതായിരിക്കാം. പിന്നെ എങ്ങനെ ഉദയനാണ് താരത്തിലേക്ക് വീണ്ടും? പിന്നെ അത് റോഷൻ എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് ഫസ്റ്റ് ഉദയനാണ് താരത്തിന്റെ കഥ പറഞ്ഞിരുന്നത് കപ്പല് പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു. ഇത് ഞാൻ മുമ്പേ ഇന്റർവ്യൂസിൽ പറഞ്ഞു, കണ്ടവർക്ക് ചിലപ്പോൾ ബോറടിച്ചേക്കാം. അപ്പൊ അങ്ങനെ എനിക്ക് കഥ അങ്ങനെ ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു തന്ന കഥയായതുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിക്കാം എന്ന് പറഞ്ഞിട്ട് ആ മാതാവിന്റെ ഒരു കാരുണ്യം കൊണ്ട് കിട്ടിയൊരു പടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിനകത്ത് വന്ന ഓരോ ഗാനങ്ങളും വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ടേക്ക് ഓഫ് ചെയ്തല്ലോ എല്ലാ ഗാനങ്ങളും. ആണല്ലേ? ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം. അത് തന്നെ. ഇപ്പം വരുന്ന ഓരോ പാട്ടുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റീസെന്റ് ഹിറ്റ്സ് മൂവിയിലെല്ലാം തന്നെ റാപ്പ് മ്യൂസിക്കിന് ഭയങ്കര അധികം ഇൻവോൾവ്മെന്റ്, അതിന്റെ ഒരു കയറ്റം നമുക്ക് ശരിക്കും കാണാം. അങ്ങനത്തെ ഗായകരും നമ്മളിപ്പോൾ മുമ്പേയൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആ ഒരു ടോപ്പിക്ക്. എന്നാലും ഇത്തരത്തിലുള്ള ഒരു വരവ് അതിനെ ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ സ്വീകരിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു വരവ് റാപ്പ് എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് ആക്ച്വലി. അതിന് മ്യൂസിക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിൽ ട്യൂൺ ഇല്ല, എന്താണ് വെറും പറച്ചിലാണെന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം റാപ്പ് എന്ന് പറഞ്ഞാൽ അത് എഴുതാൻ വേണം ഒരു കഴിവ്. അതിന്റെ ഇത്രയും നാള് നമ്മൾ കണ്ടു വളർന്ന റാപ്പ് എന്ന് പറയുന്ന 90s 2000s ഈ ജീൻസ് പാന്റ്, ബാഗി പാന്റ്, പൈനാപ്പിൾ പെണ്ണെ, ആപ്പിൾ പെണ്ണെ പോലത്തെ സാധനങ്ങൾ എഴുതിയ റാപ്പാണ് നമ്മൾ കണ്ടത്. ആ റാപ്പ് എഴുതിയത് ആക്ച്വലി ലിറിക് റൈറ്റേഴ്സ് ആയിരുന്നു. ഈ പോയട്രി എഴുതുന്ന ലിറിക് റൈറ്റേഴ്സിനെ കൊണ്ട് റാപ്പ് എഴുതിച്ചാൽ അങ്ങനെ വരുള്ളൂ. ഇപ്പം റാപ്പേഴ്സ് തന്നെയാണ് എഴുതുന്നത്. അവർക്ക് ആ കൾച്ചറും ആ ആറ്റിറ്റ്യൂഡും എന്തൊക്കെ അതിന് സ്വാഗ് കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊക്കെ വാക്കുകൾ കൊണ്ടുവരാം എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇറ്റ്സ് സിറ്റിംഗ് മോ എന്താ പറയണ്ട ഇൻ എ ഡിഫൈൻഡ് വേ. ഇപ്പം കേൾക്കുമ്പോൾ അതിന് ഒരു ലിസണിങ് ബ്യൂട്ടി ഉണ്ട്. മറ്റേത് ഭയങ്കര എന്തോ ഒരു അരോചകമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. കാരണം അത് ചേരുന്നുണ്ടോ? എഴുതുന്ന ഒരാളായിരിക്കും, പാടി അവനോട് തന്നെ റാപ്പ് ചെയ്യാൻ പറയും. അവനൊരു റാപ്പർ ആയിരിക്കില്ല, അവനൊരു പാട്ടുകാരനായിരിക്കും. എഴുതിയത് ഒരു റാപ്പർ അല്ല, ഒരു നോർമൽ പോയട്രി എഴുതുന്ന ലിറിക് റൈറ്ററാ. അയാളെ കൊണ്ട് നല്ല ഡെപ്ത് ഉള്ള സംഭവങ്ങൾ പോയട്രി ചിലപ്പോൾ എഴുതാൻ പറ്റും. ഇപ്പം മാറി എല്ലാം ഈ സിംഗർ തന്നെയാണ് എഴുതുന്നത്. ബേസിക്കലി സിംഗർ അല്ല, റാപ്പർ.
റാപ്പർ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫിനസ്സാണ് ഇപ്പം കാണുന്ന അതുകൊണ്ട് ഇപ്പം നമുക്ക് അതൊരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ പുതിയ ജനറേഷനെ നമ്മൾ ഒരിക്കലും തള്ളി പറയരുത്. കാരണം അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രിഷിയേറ്റ് തന്നെ ചെയ്യണം. അത് ഞാൻ വലിയ സല്യൂട്ട് കൊടുക്കുന്നുണ്ട് ആ എൻറ്റയർ കളക്ഷൻ ഓഫ് ന്യൂ ജനറേഷൻ ഹൂസ് ക്രാക്ഡ് ഇറ്റ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒരു വേറൊരു എന്താ പറയാ, എനിക്ക് ആരാന്നൊന്നും അറിയില്ല, ഒരാളെ ഇപ്പൊ നമ്മൾ ഫോൺ കണക്ട് ചെയ്യാൻ പോവാണ്. ആരാന്നറിയാതെ വെറുതെ വിളിക്കാം. അതൊക്കെ വിളിക്കും, ഇവിടുന്ന് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അതൊക്കെ കണക്ട് ചെയ്ത് തരും. ആരെയാണ് വിളിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ വിളിച്ച് ആര് ദീപക്കേട്ടന്റെ വലിയൊരു ഫാനാണ്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. ദീപക്കേട്ടന്റെ പാട്ടുകൾ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്. പാട്ട് പാടി തരും തോന്നുന്നുണ്ട്. ഹലോ ഹലോ, ഹായ്. ഹായ് ഹായ് ഹായ്. എന്താ പേര്? എന്റെ പേര് ദീപ. 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 ഓക്കെ ദീപ, ദീപക്കേട്ടൻ പാട്ടുകൾ ഇഷ്ടാണോ ദീപയ്ക്ക്? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ദീപക്കേട്ടന്റെ കട്ട ഫാനാണ്. കട്ട ഫാനാണ്. ദീപക്കേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ അപ്പോ? എനിക്ക് മറ്റേ നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ഒരു സോങ് ഇല്ലേ? ഏത് പാട്ട്? പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക്, ആ ഒരു പാട്ടിലേക്ക് സോങ്. ആണോ? അതെ അതെ. എന്നാ ദീപക്കേട്ടൻ എന്റെ അടുത്തുണ്ട്, ഞാൻ ഫോൺ കൊടുക്കട്ടെ? ഹലോ ഹലോ, ഹായ് ചേട്ടാ. ഹായ് ദീപ, എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ പഠിക്കുക. എന്ത് പഠിക്കുന്നു? ഞാൻ MBA പഠിക്കുക. MBA. ആഹാ. പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടാനും അറിയത്തില്ല, പക്ഷെ ചേട്ടൻ പാട്ടുകളുടെ കട്ട ഫാനാണ്. ആണോ? ഓ താങ്ക് യു. അതെ. ചേട്ടാ എനിക്ക് വേണ്ടി ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടിത്തരൂ. അത് വേണോ? ഇപ്പൊ ആ പാട്ട് ഇഷ്ടല്ലേ? എനിക്ക് വേണ്ടി രണ്ടുപേരും ഒന്ന് പാടിത്തരൂ. ഞാൻ അത് ശരി, അതിന്റെ സയ്യാവേ എന്നുള്ള ലൈൻ മാത്രം പാടാം. ഓക്കെ. എനിക്ക് പക്ഷെ അത് ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ അത് ദീപ പാടട്ടെ. അന്ന് അത് ദീപ പാട്. ഓക്കെ ഓക്കെ. ചേട്ടൻ അപ്പം പറഞ്ഞേക്കും, ഞാൻ പാടി. അതിന് ബാക്കി ലിറിക്സ് എന്തായിരുന്നു? എനിക്ക് ലിറിക്സ് അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. ബാക്കി പാടിക്കോ? ബാക്കി എനിക്കറിയത്തില്ല. ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര. ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ കേട്ടിട്ട്? അതെ, ഭയങ്കര സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിലും വിളിച്ചതിലും താങ്ക് യു. പാട്ടുകളൊക്കെ ഇനി ഇറങ്ങുന്ന പാട്ടുകൾ ഇതേപോലെ ഇഷ്ടപ്പെടട്ടെ. ഓക്കെ. എനിവേസ്, നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു ദീപ. ദീപ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അതെ അതെ.